ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത ജിതിൻ കെ ജോസും ജിഷ്ണു ശ്രീകുമാറും ചേർന്ന് തിരക്കഥ എഴുതിയിട്ടുള്ള മമ്മുക്ക, വിനായകൻ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ സിനിമ കളങ്കാവലിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. തൊട്ടപ്പുറത്ത് അമ്പലത്തിൽ അവർ വെളുപ്പാങ്കാലം തൊട്ട് സിനിമാ പാട്ടും ഭക്തിഗാനങ്ങളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കോപ്പിറൈറ്റ് വരുമോ എന്ന് എനിക്കറിയില്ല, വരാതിരുന്ന എൻ്റെ ഭാഗ്യം. ഷാമിൽ EK, അങ്ങനെയാണ് ആ പയ്യൻ്റെ പേര്. എൻ്റെ പൊന്നു മോനെ, നീ ഭയങ്കര പരിപാടി കേട്ടോ കാണിച്ച്. ഈ സിനിമയുടെ ട്രെയിലറും ടീസറും ഒക്കെ ടീസർ കട്ട് ചെയ്തിരിക്കുന്ന ആളുടെ പേരാണ് ഷാമിൽ EK. ഇൻസ്റ്റാഗ്രാമിൽ പ്രൊഫൈലിൽ കയറി നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കൊച്ചു പയ്യൻ. പക്ഷേ നമ്മൾ ആ ട്രെയിലറും ടീസറും കണ്ടിട്ട് സിനിമ കണ്ടു കഴിയുമ്പോൾ സിനിമയിലുള്ളതൊക്കെ എന്താണെന്നൊക്കെ ഉള്ളത് ട്രെയിലറിലും ടീസറിലും ഉണ്ടല്ലോ എന്ന് തോന്നും. പക്ഷേ ട്രെയിലറും ടീസറും മാത്രം കണ്ടിട്ട് നമ്മൾ ഈ സിനിമയുടെ കഥ ആലോചിക്കാൻ പോയാണ്ടല്ലോ നമ്മളെ എങ്ങും എത്തിക്കാതെ ഇവനെന്ത് ചുരുളിയോ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നിപ്പോൾ. കാരണം എല്ലാം ഉണ്ട്, പക്ഷേ നമുക്കൊന്നും മനസ്സിലാവില്ല എന്ന് പറയുന്ന പോലത്തെ ഗംഭീര ട്രെയിലർ ടീസർ കട്ടാണ് കളങ്കാവൽ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടി ഇദ്ദേഹം ചെയ്തിട്ടുള്ളത്. അടിപൊളി പരിപാടി. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ തിയേറ്ററിൽ കാണുന്ന സമയത്ത് ചില മൊമെൻറ്റ്സ് ഭയങ്കര സാറ്റിസ്ഫാക്ഷനാണ്. അത് നിങ്ങൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അധികം റിവ്യൂ പരിപാടികളൊന്നും അല്ലെങ്കിൽ പോസ്റ്റുകളൊന്നും വായിക്കാതെ നേരെ സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയി കാണുക. കാരണം ചെറിയൊരു സ്പോയിലർ കേട്ടാൽ പോലും ചിലപ്പോൾ നമ്മളത് ബാധിച്ചേക്കാം. അതുകൊണ്ട് ഈ റിവ്യൂവും നമ്മൾ സ്പോയിലർ ഫ്രീ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. സിമ്പിളായി ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞാൽ ഇറ്റ്സ് സോ ഗുഡ്. ഒരു സിനിമ ഭയങ്കര സാറ്റിസ്ഫാക്ഷനൊക്കെ തന്ന് നല്ല അടിപൊളിയായിട്ട് നല്ല കിടിലൻ പെർഫോമൻസുകളൊക്കെ കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാനുള്ളൊരു സാധനം തന്നു. അതിൻ്റെ ഒരു സന്തോഷവും ഒരു ആനന്ദവും ഒക്കെ എൻ്റെ ഉള്ളിലുണ്ട്. നമുക്ക് പതിവ് പോലെ പോസിറ്റീവ്സിൽ നിന്ന് ആരംഭിക്കാനാണെങ്കിൽ പോസിറ്റീവ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. എനിക്കങ്ങനെ വലിയ കാര്യമായിട്ട് നെഗറ്റീവ്സ് ഒന്നും പറയാനില്ല. ഒന്നാമത്തെ പോസിറ്റീവ് അത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റാണ്. തിരക്കഥയാണ് ഈ സിനിമയുടെ നട്ടെല്ലെന്ന് വേണം പറയാനായിട്ട്. അമ്മാതിരി എന്ന് വെച്ചാൽ ഇതിനകത്ത് സയനൈഡ് മോഹൻ ഇല്ലേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മമ്മൂക്ക തന്നെ പറഞ്ഞതുപോലെ സയനൈഡ് ഉണ്ട്, ബാക്കി എന്താണെന്നുള്ളത് നമ്മൾ തിയേറ്ററിൽ കണ്ടറിയുമെന്ന് പറയുന്ന പോലെ ഇവരുടേതായിട്ടുള്ള കുറച്ച് ചലഞ്ചസ് ഈ കഥയിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. കുറേ സ്പൈസുകൾ ഇട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ നല്ല രസമായിട്ടുള്ളൊരു ഔട്ട്പുട്ടാണ്. ഫസ്റ്റ് ഹാഫ് എന്നെ സംബന്ധിച്ച് നമ്മൾ ഈ നേരത്തെ കൂട്ടി അറിഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് എനിക്ക് അത്ര ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നില്ല. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് മുഴുവൻ ഈ വിനായകൻ്റെ ഒരു പെർഫോമൻസിൽ, അയാളുടെ ബോഡി ലാംഗ്വേജിൽ ഒക്കെയാണ് ഇരുന്നത്. അയാൾ ആ ക്യാരക്ടറിനെ ഹോൾഡ് ചെയ്യുന്ന രീതി ആൻഡ് മമ്മൂക്കയുടെ എക്സ്പ്രഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളിലാണ് ഫസ്റ്റ് ഹാഫിൽ എനിക്ക് ഒരു എക്സൈറ്റ്മെൻറ്റ് ഉള്ളത്. കഥയിലും അങ്ങനെയൊന്നും ഫീൽ ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് വെറുതെ കിടുക്കി കളഞ്ഞു എന്ന് വേണം പറയാൻ. ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റ് വിനായകൻ പറയാൻ പോകുന്നൊരു ഡയലോഗിന് വേണ്ടിയിട്ടായിരുന്നു. ആൻഡ് ഈ സിനിമയിൽ എനിക്ക് ഭയങ്കരമായിട്ട് അഭിനന്ദിക്കണം തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് ഇത്രയും പെൺകുട്ടികൾ ഇരയാവുന്നുണ്ട്. അതായത് ഏതാണ്ട് 20-നടുത്ത് എന്നാണ് ഒറിജിനൽ കേസിലുള്ളത്. ഈ സിനിമയിലും ഏതാണ്ട് അതിൻ്റെ ഒരു നമ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്രയും പെൺകുട്ടികളെ അവതരിപ്പിക്കുമ്പോഴും ഒരാളെ പോലും മോശക്കാരാക്കി കാണിക്കുന്ന തരത്തിൽ, വേണമെങ്കിൽ പോലീസുകാർക്കിടയിലും അവരുടെ കോൺവെർസേഷൻ്റെ ഇടയിൽ ഈ പെണ്ണുങ്ങൾക്കൊക്കെ ഇത് എന്തിൻ്റെ കേടാ എന്ന് ചോദിക്കുന്ന പോലത്തെ എന്തെങ്കിലും ഡയലോഗൊക്കെ ആഡ് ചെയ്യാമായിരുന്നു. പക്ഷേ എവിടെയും ഒരു സ്ഥലത്ത് പോലും ഒരു ഇരയെ പോലും അപമാനിക്കുന്ന ഒരു ഡയലോഗ് പോലും സിനിമയിലില്ല. മാത്രമല്ല അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ വില്ലൻ ക്യാരക്ടറിനെ, ഇപ്പം മമ്മൂക്കൊരു കൊല ചെയ്യുന്ന സീൻ കാണിക്കുമ്പോൾ ആൾക്കാർ കൈയടിക്കുന്നത് മമ്മൂക്കയുടെ എക്സ്പ്രഷൻ കണ്ടിട്ടാണ്. അങ്ങനെ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മമ്മൂക്കയെ നമുക്ക് കാണാൻ പറ്റും. ചുമ്മാ പറയുന്നതല്ല, ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു മമ്മൂക്കയെ നമുക്ക് കാണാൻ പറ്റും. അത് കാണുന്നതിന് ആൾക്കാർ കൈയടിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് നമ്മൾ വില്ലനെ ഗ്ലോറിഫൈ ചെയ്യുന്ന ഒന്നും തന്നെ ഈ സിനിമയിൽ കാണുന്നില്ല. സിനിമ കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും നമുക്ക് വില്ലനെ ഗ്ലോറിഫൈ ചെയ്ത് ഉള്ളിൽ കൊണ്ടു നടക്കാൻ പറ്റില്ല. ആ രീതിയിലാണ് അവർ ആ സിനിമ ചെയ്തു വെച്ചിരിക്കുന്നത്. തിരക്കഥയും സംഭാഷണങ്ങളും പിന്നെ ഇവർ സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള സന്ദർഭങ്ങൾ, അതിൻ്റെ ഒരു ടൈം ലൈൻ പരിപാടികളൊക്കെ ഉണ്ട്. നമ്മൾ ബ്രില്യൻസുകളെ കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ഞാൻ മാത്രമല്ല എല്ലാവരും ചെയ്യും. അതിന് മാത്രമുള്ള കുറേ ബ്രില്യൻ സാധനങ്ങൾ സിനിമയിലുണ്ട്. ആ ബ്രില്യൻസുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. ഡയലോഗ്സ് പറയുമ്പം ഈ ഭാഷ ഇവർ കൈകാര്യം ചെയ്തിരിക്കുന്നതും, അതായത് കേരളം തമിഴ്നാട് അതിർത്തി പ്രദേശമാണ്. ആക്ച്വലി മലയാളം ഡയലോഗുകൾ നന്നായി പറയാത്ത കഥാപാത്രങ്ങൾ, ഇപ്പം തമിഴ് സിനിമയിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ട് മലയാളം നല്ല മലയാളമായിട്ട് തന്നെ നമുക്ക് കേൾക്കാൻ പറ്റും. പക്ഷേ തുടക്കത്തിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. പക്ഷേ മലയാള സിനിമ മറ്റു ഭാഷകൾ കൊടുക്കുന്നൊരു റെസ്പെക്റ്റ് എന്ന് പറയുന്നത് മലയാളമായിട്ടും തമിഴായിട്ടും ഗംഭീരമായിട്ട് തന്നെ നമ്മളതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന, അതും ഇപ്പം എങ്ങനെ പറയാം, ഭാഷാ ശൈലി വളരെ മനോഹരമായി ഉപയോഗിച്ചതിൻ്റെ പേരിൽ നമുക്ക് കൈയടിക്കാൻ തോന്നിക്കുന്ന കുറച്ച് രംഗങ്ങൾ സിനിമയിലുണ്ട്. രണ്ടാമത്തെ പോസിറ്റീവ് മമ്മൂട്ടി വേഴ്സസ് വിനായകനാണ്. എൻ്റെ മോൻ, ഇതിലാരെ നമ്മൾ പൊക്കി പറയും. ഇപ്പോൾ മമ്മൂക്കയെ പോലൊരു ആർട്ടിസ്റ്റ്, അദ്ദേഹം ഈ സിനിമയിൽ ചെയ്യുന്ന ക്യാരക്ടർ, അതിൻ്റെ ഒരു കൺക്ലൂഷൻ പാർട്ട് എന്നൊക്കെ പറയുന്നത് അത് അദ്ദേഹം ചെയ്യുന്നു എന്നുള്ളത്, അദ്ദേഹത്തെ പോലൊരു മെഗാസ്റ്റാർ അങ്ങനത്തെ റോളും അതിലെ സംഭവങ്ങളൊക്കെ ചെയ്യുന്നു എന്ന് പറയുന്നത് അതിനെ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. വിനായകൻ മമ്മൂക്കയുടെ ഒരു സിനിമ യാത്ര എടുത്ത് വെച്ച് നോക്കുമ്പോൾ താരതമ്യേന വളരെ ജൂനിയർ ആയിട്ടുള്ള ഒരാളെന്ന് നമുക്ക് പറയാം. അങ്ങനെ ഒരാളുടെ അടുത്ത് നിന്ന് ഒരു കൗണ്ടർ ഡയലോഗ് പോലും എനിക്ക് കേൾക്കാൻ പറ്റില്ല എന്ന് പുള്ളിക്ക് വേണേൽ പറയാം, പുള്ളിയുടെ സ്റ്റാർഡം വെച്ചുകൊണ്ട്. പക്ഷേ ഇങ്ങനെ നേർക്ക് നേർ നിൽക്കുന്ന ഒരു ക്യാരക്ടറിന്
ആ മെഗാസ്റ്റാർ തയ്യാറായി എന്നുള്ളത് അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിൽ തന്നെ അത് സംഭവിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ ഭീഷ്മപർവം സിനിമ കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനകത്ത് സൗബിന് വേണ്ടി മമ്മൂക്ക് ഇങ്ങനെ മാറിക്കൊടുക്കുന്ന പോലത്തെ ഒരു സീനാണത്. അദ്ദേഹം അവിടെ കിടക്കുന്നു, ഇനി അവൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് സൗബിനെ അങ്ങോട്ട് അഴിഞ്ഞാടാൻ വിടുകയായിരുന്നു എന്ന് പറയുന്നതിൻ്റെ അടുത്ത ലെവൽ പരിപാടി മമ്മൂക്ക ചെയ്യുന്നു എന്നുള്ളതാണ്. അത് അങ്ങേരെ കൊണ്ടേ പറ്റുള്ളൂ. അതിൻ്റെ അപ്രിസിയേഷൻ ആൻഡ് ഇന്ന് വരെ മമ്മൂക്കയുടെ ആസുര വില്ലൻ ഭാവങ്ങൾ എന്ന് പറയുന്നത് ഞാൻ ട്രെയിലർ ഡീകോഡിങ്ങിലും പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ അതിലൊന്നും കണ്ടിട്ടില്ലാത്ത ഒരു സാധനം, വേറെ തന്നെ ഒരു സാധനം അത് ആ മനുഷ്യൻ ഈ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. അയ്യോ, എണ്ണിപ്പെറുക്കി പറയാൻ തോന്നുന്നുണ്ട്. ഇന്ന സീൻ ഇന്ന സ്ഥലത്ത് അങ്ങേര് കൊടുത്ത ലുക്ക്, അങ്ങേരുടെ കണ്ണ് എന്നൊക്കെ. പക്ഷെ അതൊന്നും നമുക്കിവിടെ പറയാൻ പറ്റില്ല, പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. ആൻഡ് വിനായകൻ ഫസ്റ്റ് ഈ പോലീസ് സ്റ്റേഷനകത്തേക്ക് സാധാരണ ഒരു കോസ്റ്റ്യൂമിലാണ് ചെന്ന് കയറുന്നത്. അതായത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് ഈ ഇൻ്റലിജൻസ് വിങ്ങിലുള്ള ഉദ്യോഗസ്ഥർ, ഈ സ്പെഷ്യൽ അന്വേഷണം അങ്ങനെയൊക്കെ വരുന്ന കുറച്ച് ഉദ്യോഗസ്ഥരെയൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ട്. അവർ ടിപ്പ് ടോപ്പായിട്ട് ഡ്രസ്സ് ചെയ്തിട്ടുണ്ടാവും. ഒറ്റ നോട്ടത്തിൽ നമുക്ക് പോലീസുകാരാണെന്ന് തോന്നുന്നില്ല. നമ്മളോട് വളരെ കാഷ്വലായിട്ട് സംസാരിക്കും. പക്ഷേ ചോദിക്കേണ്ട ചോദ്യങ്ങൾ പിൻ പോയിന്റ് ചെയ്തേ ചോദിക്കുള്ളൂ. അവർക്ക് ആവശ്യമുള്ളത് മാത്രമേ അവർ സംസാരിക്കുള്ളൂ. നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇങ്ങോട്ട് ഇട്ട് തരുന്ന പോലത്തെ പരിപാടിയൊന്നുമില്ല. അങ്ങനത്തെ ഉദ്യോഗസ്ഥരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഡിറ്റോ എന്ന് വെച്ചാൽ ഞാൻ വിനായകനെ കാണുമ്പോൾ ഇങ്ങനെ അത്ഭുതത്തോടുകൂടി നോക്കുകയാണ്. അയാൾ പോലീസ് വേഷമില്ല, പോലീസുകാർ പറയുന്ന സ്ഥിരം ഡയലോഗടി പരിപാടികളില്ല, നേരെയൊക്കെ ഉള്ളൊരു പോലീസ് ജീപ്പ് പോലും പുള്ളിക്കില്ല. പക്ഷേ വിനായകൻ പോലീസാണ്. പോലീസ് എന്ന് പറഞ്ഞാൽ നത്ത്, അത് അപാര ഒരു ക്യാരക്ടർ ഗംഭീരമായിട്ട് വിനായകൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരമായിട്ട് വിനായകൻ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു പ്രീ റിലീസ് ഇവൻറ്റിൽ മമ്മൂക്ക പറഞ്ഞ വെറുതെ അല്ല, സംസാരിക്കാൻ അറിയില്ലെങ്കിലും ഗംഭീരമായിട്ട് അഭിനയിക്കാൻ അറിയാം. വിനായകൻ അത് പ്രൂവ് ചെയ്യുന്നുണ്ട്. ആൻഡ് മമ്മൂക്ക ജിബിൻ ഇതിനകത്തൊരു ചെറിയ വേഷം ചെയ്തിട്ടുള്ള പോലീസുകാരനാണ്. പുള്ളിയും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. DSC റെയിൽ നന്നായി ചെയ്തു എന്ന് മമ്മൂക്ക പറഞ്ഞ അതേ പോലീസുകാരൻ. എല്ലാവരും ഇതിനകത്ത് വരുന്ന സ്ത്രീ കഥാപാത്രങ്ങളൊക്കെയും കുഞ്ഞു കുഞ്ഞു നോട്ടങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ ജീവിതത്തിന് ഒരുപാട് സ്വപ്നം കാണുന്ന ഒരു പെൺകുട്ടിയുടെ തൻ്റെ ആഗ്രഹങ്ങൾ സഫലമാകാൻ പോകുന്നു എന്ന് പറയുന്ന ആ മൊമെൻറ്റിൽ നിൽക്കുന്ന ഒരു ഏരിയയാണ്. അവർ ഇതൊന്നും അറിയാതെ സ്നേഹം മുഴുവൻ വെച്ചുകൊണ്ട് വേണം ഇയാളെ നോക്കാൻ വേണ്ടി. അങ്ങനത്തെ നോട്ടങ്ങൾ ഈ പെൺകുട്ടികളെല്ലാവരും, ഈ സ്ത്രീ കഥാപാത്രങ്ങളെല്ലാവരും അതിഗംഭീരമായിട്ട് തന്നെ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് മ്യൂസിക്കാണ്. പിന്നെ പറയേണ്ടതല്ല, അതാണ് ആദ്യം പറയേണ്ടിയിരുന്നതെന്ന് തോന്നുന്നു. കാരണം മുജീബ് മജീദ് ഇത് അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ ഇങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ തമിഴ് പാട്ടുകളും മലയാളം പാട്ടുകളൊക്കെ, പഴയ പാട്ടുകൾ ഇവർ ഉപയോഗിക്കാറുണ്ട്. ഉപയോഗിച്ച് കഴിയുമ്പോൾ തമിഴിലാണെങ്കിൽ നമ്മൾ സാധാരണ കാണുന്നത് കോപ്പിറൈറ്റ് ക്ലെയിമൊക്കെ ആയിട്ട് ആളുകൾ കോടതിയിലേക്ക് പോകുന്നു. പക്ഷേ ഈ സിനിമയിൽ ഈ പഴയ തമിഴ് പാട്ടിൻ്റെ എസെൻസ് മുഴുവൻ ഫീൽ ചെയ്യണം. ആ പാട്ട് തന്നെ നമ്മൾ കേൾക്കുന്നു നമുക്ക് തോന്നിപ്പോണം. പക്ഷേ ആ പാട്ട് കേൾക്കാൻ പറ്റില്ല, കാരണം കോപ്പിറൈറ്റ് ഒന്നും ഇല്ലാതെ നമുക്ക് നമ്മുടേതായിട്ടുള്ള പാട്ടുകൾ വേണമെന്ന് പറഞ്ഞാൽ മുജീബ് മജീദ് അത് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ മനുഷ്യൻ ടൈം ട്രാവൽ ചെയ്തു പോയി ആ കാലഘട്ടത്തിൽ ചില പെർട്ടിക്കുലർ സംഗീത സംവിധായകരുടെ സ്റ്റൈൽ പഠിച്ചിട്ട് വന്ന് ചെയ്താണോ നമുക്ക് തോന്നിപ്പോൾ. അത്രയും രസമായിട്ട് ചെയ്തിട്ടുണ്ട് ആ പാട്ട്. അത് വരുന്ന പ്ലേസ്മെൻറ്റ്സ് എല്ലാം ഹെവി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ബാക്ക്ഗ്രൗണ്ട് സ്കോർ അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ ടോട്ടൽ സൗണ്ടിങ് അതിഗംഭീരം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിൻ്റെ ഫീല് നിലനിർത്തുക എന്ന് പറയുന്നത്, ശ്രുതി രാമേന്ദ്രൻ പറയുന്നൊരു 2 ഡയലോഗ്സ് എനിക്ക് മനസ്സിലായില്ല. അത് ഭയങ്കര ലൗഡായിട്ട് എവിടെയോ നിൽക്കുന്ന പോലെ തോന്നി. അത് മനസ്സിലാവുന്നുണ്ടായില്ല. അത് മാത്രമേ ഉള്ളൂ. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ സൗണ്ടിങ് ഇസ് ടു ഗുഡ്. കിഷൻ മോഹനാണ് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സിംഗ് സൗണ്ട് ചെയ്തിട്ടുള്ളത് സപ്ത റെക്കോർഡ്സ് ആണ്. ഗംഭീര വർക്കാണ്. MR രാജകൃഷ്ണനാണ് ഫൈനൽ മിക്സ് ചെയ്തിരിക്കുന്നത്. എനിക്ക് പരാതികളും പരിഭവങ്ങളും ഒന്നും പറയാനില്ല. പിന്നെ പറയേണ്ടത് ഇതിൻ്റെ വിഷ്വൽസ് ആണ്. എന്ത് രസമായിട്ടാണ് എന്ന് വെച്ചാൽ നല്ല ഭംഗിയുള്ള വിഷ്വൽസ് നമ്മൾ കാണുന്നു. അതിൻ്റെ പാരലായിട്ട് വളരെ ഭീകരമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കാണുന്നു. ഈ ഒരു ആംബിയൻസ്, കാരണം എന്താ തന്നെ ഇത് ഭയങ്കര പ്രതീക്ഷകളുള്ള ആളുകളും അവരെ കാത്തിരിക്കുന്ന ഏറ്റവും ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയും എന്ന് പറയുന്ന ഒരു കോൺട്രാസ്റ്റ് ഈ കോറിലുണ്ട്. അതിനെ വിഷ്വലിലുടനീളം നമുക്ക് ആസ്വദിച്ച് കാണാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. നമ്മളതിങ്ങനെ മനസ്സിലാക്കിയിട്ട് കാണുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റും. അയ്യോ, ഇവിടെ വരുമ്പോൾ ഇതിങ്ങനെയാണ്, ഇവിടെ വരുമ്പോൾ ഇങ്ങനെയാണ് എന്ന് പറയുന്ന ആ ഒരു പരിപാടി അതിഗംഭീരമായിരുന്നു. ഇതിൻ്റെ DOP ചെയ്തിട്ടുള്ളത് ഫൈസൽ അലിയാണ്. എഡിറ്റർ പ്രവീൺ പ്രഭാകർ ഗംഭീരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. VFX ചെയ്തിട്ടുള്ളത് വിശ്വ VFX ആണ്. എല്ലാം ഈ ലിജു പ്രഭാകറിൻ്റെ കളറിംഗ് ആണ്. ഈ സിനിമയുടെ വിഷ്വൽ ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് ടു ഗുഡ്. പിന്നെ ഇതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് ഒരു സ്പോയിലറും ഇല്ലാതെ പറയാം, ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പോലും നമുക്ക് എവിടെയൊക്കെയോ ഇത് ഇങ്ങനെ ആയിരിക്കുമല്ലോ, ഇങ്ങനെ ആവാമല്ലോ എന്ന് പറയുന്ന പോലത്തെ തോന്നലുണ്ട്. ഒരാളുടെ എക്സ്പ്രഷൻ കാണുമ്പോൾ ഈ പുള്ളി ഇങ്ങനെ അല്ല ഉദ്ദേശിച്ചിട്ടുണ്ടാവുക എന്ന് നമ്മൾ ചിന്തിക്കുക എന്ന് പറയില്ലേ, ആ ഒരു ആംഗിളിലൊക്കെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുമെന്നല്ലാതെ ആ ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് അടിപൊളിയായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ ഉടനീളം നമുക്ക് അങ്ങനെ തന്നെ എൻജോയ് ചെയ്ത് കാണാൻ പറ്റും. എന്ന് വെച്ചാൽ സീറ്റഡ്ജിൽ വന്ന് അങ്ങനെ അയ്യോ എന്ന് പറഞ്ഞിരിക്കുക എന്നുള്ളതല്ല, ഓരോ മൊമെൻറ്റിലും ആ ക്യൂരിയോസിറ്റി നമ്മുടെ ഉള്ളിലുണ്ട്. അങ്ങനെ ഇനി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ സ്പോയിലർ ആയി പോകുമെന്ന് തോന്നിപ്പിക്കുന്ന അത്രയും ഞാൻ എക്സൈറ്റഡ് ആണ് സിനിമയെക്കുറിച്ച് സംസാരിക്കാൻ. ഒരിക്കൽ കൂടി കാണണമല്ലോ എന്ന് തോന്നിപ്പിക്കുന്ന ആ ക്യാരക്ടർ ഇങ്ങനെ ആയിരുന്നല്ലേ, അപ്പോൾ അതിങ്ങനെ ചെയ്താണല്ലേ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ അങ്ങനെ
ഡിസ്കസ് ചെയ്യാനൊക്കെ പാകത്തിന് വീണ്ടും ഒരിക്കൽ കൂടി കാണാൻ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ളൊരു സിനിമ അനുഭവമാണ്. എന്നെ സംബന്ധിച്ച് കളങ്കാവൽ. നിങ്ങൾ ഈ സിനിമ വേറെ സ്പോയിലേഴ്സ് പരിപാടികളൊന്നും കേൾക്കാതെ തന്നെ പോയി കാണാൻ ശ്രമിക്കുക. ആൻഡ് ഞാൻ ഈ പറഞ്ഞതൊക്കെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണല്ലോ. നിങ്ങൾക്ക് മറിച്ച് അഭിപ്രായം ഉണ്ടാവില്ലായിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എങ്കിൽ പോലും നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സും കൂടി വായിച്ചിട്ട് സിനിമയ്ക്ക് പോകണോ വേണ്ടിയോ എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. അവർക്കതൊരു വലിയ സഹായമായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക.